നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പങ്കാളിത്തം നൽകിയ കർഷകരെ ആദരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി 2025 ഓഗസ്റ്റ് 26 ഓണാഘോഷങ്ങളുടെ ആരംഭദിനവും മില്ലിന്റെ ജന്മദിനവും ഒരുമിച്ച് കൊണ്ടാടുന്ന ചിങ്ങമാസത്തിലെ അത്തം ദിനമായ ഇന്ന് KU ടെക്നോളജി ഡേ അഥവാ കാർഷിക സാങ്കേതിക ദിനാചരണം സംസ്ഥാന തലത്തിൽ ആചരിക്കാൻ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആമന്ത്രണ ഗാനത്തിനായി എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായിരിക്കും. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെയും കൃഷിക്കാരുടെയും ഒക്കെ സംയുക്തമായ ഒരു സാങ്കേതിക വിദ്യാ ദിനം ഈ വർഷമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഈ സുദിനത്തിൽ 152 ബ്ലോക്കുകളിലായി കേരളത്തിൽ 152 ബ്ലോക്കുകളാണുള്ളത്. ഈ 152 ബ്ലോക്കുകളിലും ഇന്ന് ഇതേപോലെയുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രയോജനപ്പെട്ട കൃഷിക്കാരുടെ അവരുടെ ടെസ്റ്റിമോണിയലുകൾ അവരുടെ അവർക്കുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ക്ലിപ്പിലായി 152 ബ്ലോക്കിൽ നിന്നും ഇത് ഇന്ന് ടെക്നോളജി ഡേ എന്നുള്ള സങ്കല്പത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ആ പ്രത്യേക വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ ബ്ലോക്കിലും ഉള്ള കൃഷിക്കാര് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അവർക്ക് എങ്ങനെയാണ് അത് പ്രയോജനപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. ഇത് ഒരുപക്ഷെ ഒരു രാജ്യത്ത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള നിലയ്ക്ക് വളരെ സവിശേഷമായ ഒരു കാൽവെപ്പാണ്. ഇന്ന് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുതിയ വിത്തിനങ്ങൾ, അതായത് ഈ വർഷം തന്നെ നമ്മൾ പുറത്തിറക്കിയ പ്രഗതി എന്ന് പറയുന്ന വിറ്റർഗോഡ് വെറൈറ്റീസ് അടക്കം അയർ പോലെയുള്ള ന്യൂട്രിയന്റുകൾ, അയർ സമ്പൂർണ്ണ, അതുപോലെ സ്യൂഡോമോണാസ്, ജൈവ നിവേശങ്ങളായിട്ടുള്ള സ്യൂഡോമോണാസ്, വിവേറിയ, ഇത്തരം ജൈവ നിവേശങ്ങളുടെ ഉപയോഗം ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ടെക്നോളജികൾ, സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ. അത് ഓരോ കൃഷിക്കാരും ഓരോ ബ്ലോക്കിൽ നിന്നും തന്നെ നമുക്ക് ഒരു വീഡിയോ സന്ദേശം പോലെ തന്നെ അവരുടെ ടെസ്റ്റിമോണിയിൽ പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഔദ്യോഗികമായ ഈ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നമ്മൾ നടക്കുന്നത്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഡോക്ടർ റോയ് സ്റ്റീഫൻ, ഡീൻ, കേരള കാർഷിക സർവകലാശാലയുടെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലെ ഡീനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് IAS ആണ്. കാർഷിക പ്രൊഡക്ഷൻ കമ്മീഷണറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ജിജു പി അലക്സ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗമാണ്, കാർഷിക സർവകലാശാലയുടെ പ്രൊഫസറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ ഹരികേശൻ നായർ, പള്ളിച്ചൽ ബ്ലോക്കിൽ നിന്നുള്ള സംസ്ഥാന കർഷക അവാർഡ് ജേതാവാണ്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാർഷിക സർവകലാശാല ഏറ്റെടുത്തിരിക്കുന്നത്. ഡോക്ടർ ശ്രീവത്സന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ 152 ബ്ലോക്കുകളിലും ഇതിന് സമാനമായ യോഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഷിക സാങ്കേതിക വിദ്യാ ദിനം എന്ന നാമധേയത്തിൽ കേരളത്തിലെ മുഴുവൻ ബ്ലോക്കുകളിലും
കേരള കാർഷിക സർവകലാശാലയുടെ സാന്നിധ്യവും സ്പർശവും അറിയിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന ഈ പരിപാടി ഇത്തരത്തിൽ വിഭാവനം ചെയ്ത കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, ഡയറക്ടർ ഓഫ് റിസർച്ച്, ഇതിപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ കോളേജിലെ ഡീൻ മുതലായവരെ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും ഒരേപോലെ ഒരു സർവകലാശാലയുടെ സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു പരിപാടി നടക്കുന്നു. ഈ ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചറൽ നോളജ് സെന്റർ എന്ന ഒരു സങ്കല്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും പുതുമയാർന്ന ഒരു സാങ്കേതിക വിദ്യ വ്യാപന സങ്കല്പമാണ്. നിങ്ങൾ പലരും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു BLAKC എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷകരും അതുപോലെ ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. കാർഷിക സർവകലാശാല കേരളത്തിൽ മാത്രം, ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നിലധികം സർവകലാശാലകളുണ്ട്. ഈ സർവകലാശാലകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ തനത് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സാങ്കേതിക സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് സാങ്കേതിക പിൻബലം കൊടുക്കുന്നതിനും അതിനെ മുന്നോട്ട് നയിക്കുന്നതിനും കാർഷിക സർവകലാശാലയ്ക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കാർഷിക സാങ്കേതിക വിദ്യകൾ മുഴുവൻ തയ്യാറാക്കിയിട്ടുള്ളത് ഏതാണ്ട് 90% ലഭ്യമായിട്ടുള്ളത് കാർഷിക സർവകലാശാലയിൽ നിന്നാണ്. വിവിധങ്ങളായിട്ടുള്ള ഗവേഷണ പദ്ധതികൾ കാർഷിക സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഏത് സർവകലാശാലയേക്കാൾ കൂടുതൽ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഗവേഷണ പദ്ധതികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കാർഷിക സർവകലാശാല. ഞാൻ പറഞ്ഞതല്ല, വളരെ മുമ്പേ തന്നെ ചില റിപ്പോർട്ടുകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള സർവകലാശാലകൾ ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷെ അവയൊന്നും വളരെ പെട്ടെന്ന് സാങ്കേതിക വിദ്യകളായി പരിണമിക്കണമെന്നില്ല. പക്ഷെ കാർഷിക സർവകലാശാലയിൽ നടക്കുന്ന എല്ലാ ഗവേഷണങ്ങളും പ്രത്യക്ഷത്തിൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ 1-2 വർഷങ്ങൾ കഴിയുമ്പോഴും അത് സാങ്കേതിക വിദ്യകളായി മാറുകയാണ് ചെയ്യുന്നത്. അത് നേരിട്ട് കർഷകരിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. കർഷകരെ ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ കാർഷികോൽപാദനം ശക്തിപ്പെടുത്തുന്നതും നിലനിർത്തുന്നതും ഒക്കെ. പക്ഷെ ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളം നമുക്കറിയാവുന്നതുപോലെ ഒരു ചെറിയ സംസ്ഥാനമാണെങ്കിലും കേരളത്തിലെ കൃഷിക്ക് ഉപയുക്തമായ ഭൂമി വളരെ കുറവാണ്. നമ്മുടെ മുഴുവൻ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വെറും 15% താഴെ മാത്രമാണ് കൃഷിയുടെ സംഭാവന. നമ്മുടെ കർഷകരൊക്കെ ചെറുകിട നാമമാത്ര കർഷകരെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്തത്ര വിധത്തിൽ ചെറിയ കർഷകരാണ്. സൂക്ഷ്മതല കർഷകരെന്നോ മറ്റോ വിശേഷിപ്പിക്കാൻ കഴിയും. മിക്കവർക്കും ഒരു ഒരേക്കറിൽ താഴെയൊക്കെയാണ് ഭൂമി. ഭൂരിപക്ഷത്തിന് 3-4 ഏക്കറൊക്കെ ഉള്ളവർ വലിയ ജന്മികളാണ് കേരളത്തിൽ. അപ്പൊ ഈ ചെറുകിട കർഷകരെ ഉപജീവിച്ചാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കൃഷി നിലനിന്ന് പോകുന്നത്. തോട്ടമേഖലയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണഗതിയിലുള്ള കൃഷി. വൻകിട കൃഷി ഉടമകൾക്ക് അല്ലെങ്കിൽ വൻ ഭൂവുടമകൾക്ക് ഒരു 5 ഏക്കർ വരെയൊക്കെയുള്ള ഭൂമിയെ ആണ് നമ്മളിപ്പോൾ കേരളത്തിൽ പൊതുവെ വൻകിട ഭൂ ഉടമകൾ എന്ന് പറയുക. അവർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധാരണ ഉത്പാദകർക്ക് സാങ്കേതികവിദ്യ വളരെ പ്രധാനമാണ്. ഒരു യൂണിറ്റ് പ്രദേശത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പരമാവധി ആക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചെറിയ ഭൂപ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. പരമ്പരാഗതമായ കാർഷിക രീതികൾ അവലംബിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഉൽപാദന വർധനവ് സാധ്യമല്ല. ഉൽപാദന വർധനവിന് പുതിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷി കൂടുതൽ സാങ്കേതിക വൈദഗ്ധ്യത്തോടുകൂടി നടത്തേണ്ട ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ വളരെ പരമ്പരാഗതമായി മുമ്പ് നമ്മുടെ മുത്തച്ഛന്മാർ ഉപയോഗിച്ചിരുന്ന കാർഷിക രീതികളെ നിവർത്തിച്ചുകൊണ്ട് നമുക്ക് കേരളത്തില് നെല്ലിന്റെയോ പച്ചക്കറികളുടെയോ മറ്റേതെങ്കിലും വിളകളുടെയോ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വ്യാമോഹമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയണം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ കൃഷിക്കാരെ പഠിപ്പിക്കുക, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവർക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കുക,
ഓരോ സാങ്കേതിക വിദ്യയും നമുക്കറിയാവുന്നതുപോലെ 23 കാർഷിക കാലാവസ്ഥാ മേഖലകളാണ് കേരളത്തിലുള്ളത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തുള്ളതിനേക്കാൾ കൂടുതൽ വൈവിധ്യമാണ് കേരളത്തിന്റെ കാർഷിക കാലാവസ്ഥാ മേഖലകൾക്കുള്ളത്. ജൈവ വൈവിധ്യം അതിനേക്കാൾ കൂടുതലാണ്. കാർഷിക ജൈവ വൈവിധ്യം ഏതാണ്ട് 140 സ്പീഷീസുകളോളം നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ വിസ്മയകരമായ ഒരു സംഗതി. അപ്പൊ ഇത്രയും ജൈവ വൈവിധ്യവും ഇത്രയും കാർഷിക കാലാവസ്ഥാ മേഖലകളും ഉള്ള ഒരു ചെറിയ ഭൂപ്രദേശത്ത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ രൂപീകരിക്കുക അല്ലെങ്കിൽ അത് തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് തന്നെ വളരെ വളരെ പ്രയാസമുള്ള ഒന്നാണ്. വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളല്ല, ഓരോ ചെറിയ സ്ഥലത്തേക്കും വേണ്ട സാങ്കേതിക വിദ്യകൾ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ട് വരും. ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചർ നോളജ് സെന്ററുകളുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം ഈ തരത്തിൽ ഓരോ ബ്ലോക്കും അടിസ്ഥാനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക പ്രശ്നങ്ങൾ അപഗ്രഥിക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. ആരൊക്കെയാണ് അതിനകത്തുള്ളത്? അത് പ്രധാനമായും നയിക്കുന്നത് കാർഷിക സർവകലാശാലയിലെ ഒരു നോഡൽ ഓഫീസറാണ്. താഴെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. കൃഷി വകുപ്പ് മാത്രമല്ല, അത് ആദ്യം വിഭാവനം ചെയ്തതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളെന്ന രീതിയിൽ അതിന്റെ ആദ്യത്തെ ആ സങ്കല്പം എഴുതി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മറ്റ് മൃഗസംരക്ഷണം, ഫിഷറീസ് ഉൾപ്പെടെയുള്ള മേഖലയിലെ വിദഗ്ധർ കൂടി ഒരുമിച്ച് വരുന്ന സമഗ്രമായി കേരളത്തിന്റെ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് കാർഷിക രീതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് നമ്മൾ BLAKC കണ്ടത്. ആ BLAKCയിൽ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കാർഷിക സർവകലാശാലയിൽ നിന്നോ മറ്റ് സർവകലാശാലകളിൽ നിന്നോ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിവരങ്ങൾ കർഷകരുമായിട്ട് പങ്കുവയ്ക്കുക, അവിടുത്തെ കൃഷി ഓഫീസർമാരോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരീക്ഷണശാലകളിലേക്ക് കൊണ്ടുവരിക, ആ പരീക്ഷണശാലകളിൽ അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അപഗ്രഥിച്ച് അതിന് മറുപടി നൽകുക, ചില കൃഷിയിടങ്ങൾ മാതൃകാ കൃഷിയിടങ്ങളാക്കി വളർത്തുക എന്നിങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് BLAKCകളിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കാർഷിക സർവകലാശാല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സാങ്കേതിക വിദ്യാ സ്ഥാപനത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് അറിയുന്നതിനുള്ള ഒരു സംവിധാനമായി അത് മാറണം, അത് വളരണം എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഈ തരത്തിൽ വിഭാവനം ചെയ്യപ്പെട്ടുള്ള കാർഷിക സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള BLAKCകൾ എല്ലാ ബ്ലോക്കുകളിലും ഒരേ സമയം ഇത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പരിപാടി നടത്തുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിന്റെ സാങ്കേതിക വിദ്യയുടെ വ്യാപനം അത്ര നല്ല രീതിയിലാണ് എന്ന് എനിക്ക് അഭിപ്രായപ്പെടാൻ കഴിയില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ നമുക്കിവിടെ ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്, അത് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അത് നിരന്തരമായി വിലയിരുത്തലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ഉപയുക്തമായ തരത്തിൽ ഈ ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചർ നോളജ് സെന്ററുകൾ വളരേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു ദൗത്യമല്ല എന്നുള്ളത് മാത്രം ഞാൻ ബന്ധപ്പെട്ടവരുടെ മുന്നിൽ ആ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ആഴ്ചകളിൽ, ഇനിയുള്ള മാസങ്ങളിൽ കേരളം ഒരു വലിയ കുതിപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിവിധ മേഖലകളിൽ കേരളം വലിയ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയിൽ മോശമല്ലാത്ത വിധത്തിലുള്ള പ്രകടനമാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നെല്ലുൽപാദനത്തിൽ, പച്ചക്കറിയുടെ ഉൽപാദനത്തിലൊക്കെ വളരെ ഗണ്യമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് മാത്രമാവുന്നില്ല. പൂർണ്ണമായ സ്വയം പര്യാപ്തത നേടിയില്ലെങ്കിലും നമ്മൾക്ക് ആവശ്യമുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളുടെ ഏതാണ്ട് 50-60% സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളം വളരേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് അത് അപേക്ഷണീയമാണ്. കേരളത്തിലെ തൊഴിൽ രംഗം കൂടുതൽ പുഷ്ടിപ്പെടുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക മേഖലയുടെ വളർച്ച, മൂല്യവർദ്ധനവിന്റെ വളർച്ച, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം. ഇവയൊക്കെ കേരളത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഈ ചെയ്യുന്നത് വെറും വിജ്ഞാന വ്യാപന പ്രവർത്തനം മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നേറാൻ കാർഷിക സർവകലാശാലയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അത് വലിയൊരു കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് ഏതാനും കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഉദ്ഘാടന രൂപത്തിൽ ഒരു പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. പരിപാടി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇവിടെ ബഹുമാന്യനായ ആസൂത്രണ ബോർഡ് അംഗം കാർഷിക മേഖലയിലെ സാധ്യതകളെ കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും എല്ലാം പരാമർശിച്ചു.
അതിനോടെല്ലാം യോജിച്ചുകൊണ്ട് കാർഷിക യൂണിവേഴ്സിറ്റി 71 മുതൽ ഇപ്പൊ 2025 എന്ന് പറയുമ്പോൾ അരനൂറ്റാണ്ടിലേറെ ആയിട്ട് കാർഷിക രംഗത്ത് നടത്തുന്ന വിലപ്പെട്ട സംഭാവന കേരളത്തിൽ കൃഷിയെ ഫലപ്രദമായി നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നതിൽ ആർക്കും സംശയമുള്ള കാര്യമല്ല. പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് ഏത് ദിശയിൽ എങ്ങനെ നീങ്ങണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്ലാനിംഗ് ബോർഡ്. പ്ലാനിംഗ് ബോർഡുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തിന്റെ കാർഷിക ഉൽപാദന കമ്മീഷണറായിട്ട് അല്ലെങ്കിൽ കൃഷി സെക്രട്ടറിയായിട്ട് വന്ന് 6 മാസം കഴിഞ്ഞ് കാർഷിക ഉൽപാദന കമ്മീഷണറായിട്ട് ഇപ്പോൾ 3 വർഷമായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു അത്യാവശ്യം നീണ്ട കാലയളവാണ്. ഞാൻ 3 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത 4-5 പോസ്റ്റുകളാണ് ഉള്ളത് IAS പ്രവർത്തിച്ചപ്പോൾ. അപ്പം നീണ്ട ഒരു കാലയളവാണ്. ആരെ തിരിഞ്ഞു നോക്കിയാലും എന്താണ് ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ്. ഞാൻ അതിലോട്ട് ഈ മീറ്റിങ്ങിനെ വലിച്ചഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായത് എല്ലായിടത്തും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുമുണ്ട്. ഇപ്പം 2021-22 പവർ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളപ്പോഴാണ് ഈ സോളാർ ഇത്രയും കൂടുതൽ പെനട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പവർ സ്റ്റോറേജിന് ഒരു നയവും കാര്യങ്ങളും ആവശ്യമുണ്ട്. ആദ്യത്തെ വയബിലിറ്റി ഗ്യാപ്പ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി സ്റ്റോറേജ് ബെസ്റ്റ് പ്രോജക്റ്റ് ടാറ്റ കമ്പനിയുടെ ടാറ്റയാണ് അതിന്റെ ടെൻഡർ ജയിച്ചതെന്ന് എന്റെ ഓർമ്മ. അത് പ്ലാൻ ചെയ്ത് വന്നത് 10 മെഗാവാട്ടിന്റെ ഒരു പൈലറ്റ് പ്ലാൻ. അത് അതിശക്തമായിട്ട് എതിർക്കപ്പെട്ടു. അന്ന് ബോർഡ് ഡിസിഷൻ എടുത്ത പാടെ തന്നെ ബോർഡിലെ ഒരു സംഘടന എനിക്ക് വളരെ നീണ്ട ബാറ്ററി സ്റ്റോറേജ് എഫക്റ്റീവ് അല്ലെന്നും ബാറ്ററി സ്റ്റോറേജ് തെറ്റായ സാങ്കേതിക വിദ്യയാണെന്നും ബാറ്ററിക്ക് 2 സൈക്കിൾ ചാർജ് ഉണ്ടെന്നും അതെല്ലാം മാറ്റി വെച്ചു. ഞാനതിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഡൽഹി പവർ ബോർഡ് ഡൽഹി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന അവരുടെ ബാറ്ററി സിസ്റ്റം നേരിട്ട് തന്നെ സന്ദർശിച്ചതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിശക്തമായിട്ട് അത് നിശ്ചിതമായിട്ട് എതിർക്കപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് ലെവലിൽ എന്നോട് പറഞ്ഞു ബാറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് ഇൻവെസ്റ്റ്മെന്റ് ആയി പോകും. ഞാൻ പറയും നിങ്ങൾ പറയും തെറ്റാണ്, പക്ഷെ നിങ്ങളുടെ തീരുമാനമാണെങ്കിൽ ഞാൻ അങ്ങനെ പോകാം. ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, തിരിച്ച് ഗവൺമെന്റ് മാറ്റി ചെയ്യാൻ ഞാൻ പാടില്ല. ഇന്നലത്തെ പത്രം എടുത്ത് വായിച്ചാൽ നിങ്ങൾ ചിലരെങ്കിലും പവർ സെക്ടർ ശ്രദ്ധിക്കുന്നവർ വായിച്ചാണ് സംസ്ഥാനത്തെ എല്ലാ സബ്സ്റ്റേഷൻ തലത്തിലും ബാറ്ററി സ്റ്റോറേജ് നടപ്പിലാക്കാൻ 165 കോടി രൂപയുടെ പദ്ധതി അവർ അംഗീകാരം കൊടുത്തത്. അതേ ബോർഡ് അംഗീകാരം കൊടുത്തു. എനിക്ക് താല്പര്യമുണ്ട്. അന്ന് പിന്നെ അത് മോശം ഐഡിയ ആണെന്ന് പറഞ്ഞ് നീണ്ട ഒരു കുറിപ്പുമായിട്ട് എൻ്റെ അടുത്ത് വന്ന നിവേദക സംഘത്തെ ഇപ്പോൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. സമയവും സന്ദർഭവും ഒക്കാത്തത് കൊണ്ട് അവരിപ്പോ എന്ത് പറയുന്നു എന്നറിയാൻ. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ കേരളത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. ഏത് പുതിയ കാര്യവും അതിശക്തമായി എതിർക്കപ്പെടും ആ കാര്യം. അതുകൊണ്ട് ഏത് ഹൈപ്പോത്തിസിസും തിയറിയും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ തെളിയിച്ചാൽ അത് വിജയിക്കും, അത് യാതൊരു സംശയമില്ല. ഇൻ ദാറ്റ് സെൻസ് ബാറ്ററി സ്റ്റോറേജ് ടെക്നോളജി മാറിയിട്ടില്ല, ബാറ്ററി സ്റ്റോറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ മാറിയിട്ടില്ല. അതിലെ ലോജിക്ക് വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഗ്രിഡില് എല്ലാവരും സോളാറിലേക്ക് മാറി കഴിയുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ച് കഴിയുന്ന സമയത്ത് ഒരു വലിയ ഡിപ്പ് വരും. ഈ പ്രൊഡക്ഷനും ഡിമാൻഡും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് വരും. അന്നേരം ഇതിന്റെ ഒരു 70-75% സ്റ്റോർ ചെയ്ത് വെച്ചാൽ 100 യൂണിറ്റ് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 75 യൂണിറ്റ് ഈ കമ്പി നിൽക്കുന്ന സ്ഥലത്ത് കയറി ഉപയോഗിക്കാമെന്നുള്ള ഒറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് കോസ്റ്റ്ലിയാണ്. 1 മെഗാവാട്ട് നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ 4 കോടി 5 കോടി മതിയെങ്കിൽ ബാറ്ററി സ്റ്റോറേജിന് 9 കോടി 10 കോടി ചെലവാകും. അന്ന് ഇന്ത്യ സർക്കാർ 21 എന്നോട് പറഞ്ഞത് നിങ്ങളിത് ടെൻഡർ ചെയ്തിട്ട് വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ മിച്ചം വരുന്ന മൈനസ് ബാറ്ററി സ്റ്റോറേജ് മൈനസ് ഹൈഡലിന്റെ 5 കോടി രൂപ പെർ മെഗാവാട്ട് ഞങ്ങൾ തന്നെ. അതാണ് വയബിലിറ്റി ഗ്യാപ്പ്. നിങ്ങളുടെ വിഴിഞ്ഞം പദ്ധതി വന്നിരിക്കുന്നത് വയബിലിറ്റി ഗ്യാപ്പിലാണ്. ഫലത്തിൽ പ്രതിരോധിച്ചവരെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടായി. എന്തുണ്ടായി? 4 കൊല്ലത്തേക്ക് വയബിലിറ്റി ഗ്യാപ്പ് കേരളത്തിന് കിട്ടിയില്ല. അത് മാത്രമാണ് നേട്ടം. അപ്പൊ 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ സാമാന്യമായ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ഏകദേശം 3 മുതൽ 4 കൊല്ലം വരെ പിടിക്കും. അതൊരു കേരളത്തിന്റെ ഒരു ഇന്റലക്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണത്. എല്ലാ തരത്തിലും ആളുകൾ അതിനകത്ത് വിശകലനം ചെയ്യും. വേറൊരു തമാശകളുണ്ട്. നമ്മളൊരു മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ ജയിക്കുന്നത് ഐക്യം ഏറ്റവും കുറഞ്ഞ ആൾ പറയുന്നതായിരിക്കും. അത് വളരെ ശക്തി. അത് പണ്ടാരും പറഞ്ഞിട്ടില്ല. ഇത് എന്താണ് പാഷനേറ്റ് the words are full of passionate fury while the best are always caught in confusions about their own. Are convinced ആയിരിക്കത്തില്ല. The best would be
caught in lack of conviction, well, the words will be full of passionate fury. അപ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ പറയുന്നത് ഒരു മോശം ആശയമാണ്. അവർ തന്നെ ഒരു 3 കൊല്ലം അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴേക്കും അവർ സ്വീകരിക്കും. അപ്പൊ ഈ ഒരു പൊതു പ്രശ്നം നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം. അതുകൊണ്ട് പബ്ലിക് സെക്ടറിൽ ധാരാളം എഫർട്ട് നടന്നു, ഒരുപാട് കാര്യങ്ങൾ സങ്കേതങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് പോരാ എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ലെവലിലോട്ട് വരണം. ഇപ്പം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലേബർ ഷോർട്ടേജ് വരുന്നുണ്ട്. ഞാൻ APC ആയിരുന്നപ്പോൾ വന്ന ഒരു നല്ലൊരു അവസരമാണ് നമ്മുടെ ലോകബാങ്ക് പദ്ധതി. ലോകബാങ്ക് പദ്ധതിയിൽ ധാരാളം സാങ്കേതിക വിദ്യകൾ, തുക 2400 കോടി 5 കൊല്ലം കൊണ്ട് ചെലവഴിക്കാൻ പറ്റുള്ളൂവെങ്കിലും പ്രത്യേകിച്ച് പ്ലാന്റേഷൻ മേഖലയിൽ ഒരുപാട് പുതിയ ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അതിനകത്ത് അവസരമുണ്ട്. ആ അവസരം കർഷകർ പ്രയോജനപ്പെടുത്തുന്നതാണ്. ആ പ്രോജക്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിനകത്ത് ധാരാളമായിട്ട് ഡ്രോൺ ആയാലും ലേബർ ഷോർട്ടേജ് ഉണ്ട്. ഡ്രോൺസ് ഉപയോഗിച്ച് നമുക്ക് കീടനാശിനികൾ, അതുപോലെ മറ്റ് പ്ലാന്റേഷൻ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമോ ദീദി ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്ഥാപനം കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് 50 ഡ്രോണുകൾ കേരളത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ട്രെയിനിങ് പൂർത്തിയാക്കി ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം പേലോഡ് ക്യാരി ചെയ്യുന്നില്ല. കാരണം ഡ്രോൺ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തു. പക്ഷെ അത് ഏറ്റെടുത്ത ഗ്രൂപ്പുകൾക്ക് അതിനകത്ത് ഒരു ബിസിനസ് ആക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന 50 ഡ്രോണിൽ 2 ഇപ്പോൾ പറക്കുന്നുള്ളൂ. ബാക്കി ഡ്രോൺ കാർഷെഡിൽ തന്നെ ഇരിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാൽ ഈ ഡ്രോൺ കയ്യിലുള്ളത് മാത്രമായില്ലല്ലോ. ഈ പെസ്റ്റിസൈഡോ എന്താന്ന് വെച്ചാൽ അത് ആ യൂസ് കേസ് ഒരു പഞ്ചായത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യം ചെയ്ത് ഈ ഡ്രോണിന്റെ വാടകയ്ക്ക് ഞാൻ ഫാമിലി ഇപ്പം നമ്മൾ ട്രാക്ടർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ഒരു ബിസിനസ് ആക്കുന്നതിനകത്തൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ പരിശീലനം കിട്ടിയ വനിതകൾ അതിലോട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വിചാരിക്കുന്നത്. കൂടുതൽ ഞാൻ നോക്കിയാൽ ഇപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് വാസ്തവത്തിൽ കേരളത്തിന്റെ സവിശേഷതകളുള്ള ഭക്ഷ്യവിളകളെ ഈ പറഞ്ഞ പോലെ 50% മാത്രം ലക്ഷ്യമിടുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഈ സ്റ്റേജിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് കൈകാര്യം ചെയ്തപ്പോൾ തോന്നിയ കാര്യം, നമുക്ക് നന്നായി വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നിശ്ചയമായിട്ടും നമ്മുടെ വലിയ ശക്തിയുള്ള പ്ലാന്റേഷൻ മേഖല. അത് വേണ്ട വിധത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്താൽ. ഈ കാർഷിക ലാൻഡ് യൂസിനെ പറ്റി ഒരു പോയിന്റ് ഞാൻ പറയാം. ചിലപ്പോൾ വിവാദമൊക്കെ ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. പുതിയ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വിവാദത്തിൽ കൂടെ ട്രെൻഡ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ജീവിച്ച പോലെ തന്നെ ഇന്നും ജീവിച്ചാൽ മതി. ഒരു വിവാദമില്ല. രാവിലെ കഴിഞ്ഞ ദിവസം ചെയ്ത് തന്നെ ഇന്നും ചെയ്ത് പോയാൽ മതി. പ്ലാന്റേഷൻ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് പ്ലാന്റേഷൻസിനകത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് കൃഷിയിലുള്ളതുപോലെ തന്നെ ഒരു ക്യാഷിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ലാഭകരമല്ല എന്നുള്ളതിന്റെ ഒരു വലിയ പ്രശ്നമാണ്. അതിന്റെ ഒരു കോണ്ടൂർ ഞാൻ പറയാം. ചില കണക്കുകൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത്. കേരളത്തിൽ മൊത്തം കൃഷി പ്രധാന ഉപജീവന മാർഗമായിട്ട് 30 ലക്ഷം പേരാണ് ക്ലെയിം ചെയ്യുന്നത്. അതിനകത്ത് 27 ലക്ഷത്തിൽ ചില്ലറ നമ്മുടെ PM കിസാനിലുണ്ട്, ഡാറ്റാബേസിലുണ്ട്. ഇന്നിപ്പോ നമ്മുടെ ഫാർമർ രജിസ്ട്രിയുടെ കണക്ക് ഞാൻ നോക്കുകയായിരുന്നു. 25 ലക്ഷം പേര് ഫുൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അവർ വന്നിട്ടുണ്ട്. 25 ലക്ഷം കർഷക ഹെഡ്സ് കേരളത്തിലുണ്ട്. അത് പറയുമ്പോൾ ജനസംഖ്യയുടെ അഡൽട്ട് പോപ്പുലേഷൻ എത്ര ശതമാനം വരുന്നില്ല, 15-20% വരുമായിരിക്കും. അഡൽട്ട് പോപ്പുലേഷൻ സബ്സ്റ്റാൻഷ്യൽ നമ്പറാണ് 15-20%. ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്ന് നേരത്തെ ബഹുമാന്യ പ്ലാനിംഗ് ബോർഡ് മെമ്പർ പറഞ്ഞ പോലെ 30,000 രൂപയാണ് പ്രതിശീർഷം. അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ കൃഷി എന്നുള്ള ആഭ്യന്തര ഉത്പാദനം 1 ലക്ഷം കോടിയൊക്കെ ആയിരിക്കും എന്നുള്ള കണക്ക് വെച്ചു. 14 ലക്ഷത്തിൽ ചില്ലറ കോടിയാണ് സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടുള്ള ഉത്പാദനം. നമ്മൾ നേട്ടം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ സമീപ സംസ്ഥാനം 2030 തമിഴ്നാട് എത്ര കോടിയുടെ ആഭ്യന്തര ഉത്പാദനമാണ് ഉദ്ദേശിക്കുന്നത് അറിയാം? കേരളത്തിന്റെ 15 ലക്ഷം കോടി ആണെന്ന് ഞാൻ പറഞ്ഞു. 14 ലക്ഷം കോടി ചില്ലറ. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എത്ര ശതമാനം? 10% വെച്ച് കൂട്ടിയാൽ 15 ലക്ഷം. 15 എന്ന് പറയുന്ന ഫിഗർ ആണ്ടോടാണ്ട് 10% വെച്ച് വളർന്ന 2030 എത്ര എത്തും? ഒരു മനസ്സിൽ രൂപമുണ്ടല്ലോ. തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ 2030 ടാർഗറ്റ് എത്രയാണ്? ആഭ്യന്തര ഉത്പാദനം മൊത്തം SDP എന്ന് പറയും, സാങ്കേതിക ഭാഷ SDP എന്ന് പറയാം. എന്നാൽ 100 ലക്ഷം കോടിയാണ്. ആ 100 ലക്ഷം കോടിയിൽ എനിക്ക് തോന്നുന്നത് 1/3 കാർഷിക രംഗത്ത് നിന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ സൈസിനെ കുറിച്ച് നമ്മൾ അല്പം ബോധനാണ്. നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിന് അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം കേരളത്തിന്റെ അത്രയും വളരില്ല, അത് ഉറപ്പാണ്. മറ്റു അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ. ഇനി പൊതു മേഖല കൃഷിക്ക് ചെലവിടുന്ന തുക എത്രയെന്നും കൂടി നമ്മൾ ആലോചിക്കണം.
കേരളത്തിൽ മൊത്തം കൃഷിക്ക് ഗവൺമെന്റ് ചെലവിടുന്ന തുക എത്രയാണ്? കണക്കുകൾ ശ്രീ ജിജുവിന്റെ കയ്യിലായിരിക്കും കൂടുതലുള്ളത്. എനിക്കറിയാവുന്ന കണക്ക് ഞാൻ പറയാം. വലിയ എക്സ്റ്റൻഷൻ മെഷീനറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. 6500 പേര് കൃഷി വകുപ്പിൽ തന്നെയുണ്ട്. അതിൽ 2000 പേര് കൃഷി ഓഫീസർമാരാണ്. ₹1,00,000 കൂടുതൽ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ. കൃഷി ഡയറക്ടർ ടു ഗസ്റ്റഡ് സ്റ്റാഫ് 2000 പേരെ പ്രൊഫഷണൽ സ്റ്റാഫുണ്ട്. കാർഷിക ഉൽപാദന കമ്മീഷണർ കീഴിൽ കേരളത്തിൽ കൃഷിക്കാരെ നന്നാക്കാൻ 10,000 പേര് ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അവരുടെ ചെലവ് എത്രയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അത് 1000 കോടി രൂപ കുറവല്ല ഒരു വർഷം. കൃഷിക്ക് നമ്മൾ ബജറ്റ് ചെയ്തിരിക്കുന്ന തുക എത്രയാണെന്നറിയോ? 660 കോടി രൂപയാണ്. 616 കോടി എക്സാക്ട്ലി. മൊത്തം കിട്ടാറില്ല. ആ ഭാഗത്തോട്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഫിനാൻസിങ്ങും പ്ലാനിങ്ങും രണ്ട് കാര്യമാണ് വിചാരിക്കുന്നത്. അതിന് പുറമെ ഒരു 600 കോടി രൂപ നമുക്ക് നെല്ലിന്റെ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ 616, 600, 1200 കോടിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ 400 കോടി, 350, 400 കോടി, 1200, 400 കൂടെ ആയിട്ടുള്ള 1600 കോടി രൂപയാണ് കേരളം മൊത്തം ബജറ്റ് ചെയ്യുന്നത്. നമുക്ക് എങ്ങോട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളത് ചെയ്തില്ല എന്നുള്ളതല്ല, നമുക്ക് അങ്ങോട്ട് പോകാം വേണം. നിങ്ങൾ കാർഷിക പ്രധാനമായിട്ടുള്ള സംസ്ഥാന കേരളത്തിന്റെ തൊട്ടപ്പുറം ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്. ഈ 4 സംസ്ഥാനങ്ങളുടെ കാർഷിക ബജറ്റ് നോൺ പ്ലാൻ ഉൾപ്പെടെ ഉള്ളത് കുറഞ്ഞ തുക 15,000 കോടിയാണ്. ഞാൻ പറഞ്ഞ 2000 കോടിയിൽ താഴെ നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റി കൂടെ കൂടി. യൂണിവേഴ്സിറ്റി 500 കോടി, 500 കോടി പറയാം. 1200, 500 ആയപ്പോൾ 1700, 2000 ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തു. 2000 കോടി രൂപയാണ് നമ്മൾ 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് മൊത്തം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 10%. അഗെയിൻ കറക്റ്റ് ആണ്. ആ GDP-യുടെ 10% അല്ലെങ്കിൽ 10% താഴെ കിട്ടുന്നത് പോലെ 10% വാർഷിക ബജറ്റാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. തെക്കേ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ കാർഷികോൽപാദന കമ്മീഷണർമാരിൽ ഞാൻ ഒഴിച്ചാൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് 15,000 കോടി രൂപയാണ്. തമിഴ്നാടിന്റെ 30,000 കോടി രൂപയാണ് കാർഷിക ബഡ്ജറ്റ്. ഞാൻ പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാർഷിക മേഖല എന്ന് പറയുന്ന അവരുടെ ഗ്രോത്ത് എഞ്ചിനാണ്. ഈ മേഖലയാണ് അവർ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിവേഗതയിൽ വളരാനും ഹൈ ടെക്നോളജി വിന്യസിക്കാനും എല്ലാം ഉള്ളൊരു നമ്മൾ അത് ചെയ്യുന്നില്ലെന്നല്ല, നമ്മുടെ സ്കെയിൽ ഈ പറഞ്ഞതുപോലെ ഫ്രാഗ്മെന്റഡ് ഹോൾഡിങ്സ് ചെറുതിനോടുള്ള ഒരു ആഭിമുഖ്യം നമ്മളെ കാര്യമായിട്ടൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് മുന്നോട്ട് എങ്ങനെ നീങ്ങാം എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് ശക്തമായി മാറണമെന്നാണ് ഞാൻ പറയാൻ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ വർഷങ്ങളാണ് ഈ കഴിഞ്ഞത്. ഉദാഹരണത്തിന് കിഫ്ബി എടുത്തോളൂ. ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മുന്നേറ്റം അത് ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. റോഡുകളുടെ കാര്യത്തിൽ, ആസ്പത്രികളുടെ കാര്യത്തിൽ, സർവീസ് സെക്ടറിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എനിക്ക് അവരോട് ചോദിക്കണമെന്നുണ്ട്. കാരണം ഈ പ്രോജക്ട്സ് പിന്നെ തീരുമാനിച്ച സമയത്ത് കൃഷി വകുപ്പ് ചെറിയ തോതിൽ ഉറങ്ങിപ്പോയോ എന്നൊരു സംശയം. കാരണം എന്താണെന്ന് വെച്ചാൽ 30-32,000 കോടി സംസ്ഥാനത്ത് വിന്യസിച്ച് കഴിഞ്ഞപ്പോൾ കൃഷി വകുപ്പിന് എത്ര രൂപ കിട്ടിയെന്നറിയാം? കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഹൈവേ പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേ പണിയുമ്പോൾ കർഷകർ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ നേട്ടം കർഷകർക്ക് കിട്ടുന്നത് പറയാം. നമുക്ക് റെയിൽവേ ഉള്ളത് കൊണ്ട് നമുക്ക് ട്രെയിനിങ് കയറാമെന്ന് പറയുന്ന പോലെയുള്ളൂ. കാർഷിക മേഖലയ്ക്ക് കിട്ടിയ 22 കോടി രൂപയാണ് 32,000 കോടിയിൽ. ഞാൻ പറയും, കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, പ്രൊഫഷണൽസ്, ലീഡേഴ്സ് ആത്മപരിശോധന നടത്തേണ്ട ഒരു മൂവ്മെന്റാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കോൾഡ് ചെയിൻ ടെക്നോളജി വരത്തില്ലേ? കാർഷിക വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ വരില്ലേ? കൃഷി വകുപ്പ് ഒരു സേവന മേഖലയില്ലേ? കൃഷി വകുപ്പിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും കൃഷി ഭവനുകളും പുനരുദ്ധരിക്കേണ്ടത് അതിനകത്ത് വരത്തില്ലേ? അതൊരു സേവന മേഖലയില്ലേ? ഇതിൽ എവിടെയാണ് കൃഷി വകുപ്പിന് ഇടർച്ച പറ്റിയതെന്നും കൂടി നമ്മൾ പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാർഷിക സർവകലാശാലയുണ്ട്. തിയററ്റിക്കലി സ്പീക്കിംഗ് കാർഷിക സർവകലാശാലയിൽ 500 സയന്റിസ്റ്റുകളുണ്ട്. ഇത് പ്രൊജക്ടൈസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ ഒരു സമയം ആ പ്രോജക്റ്റ് ഇപ്പൊ 2016-17 ഇപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കിഫ്ബിയിൽ നിങ്ങൾ നോക്കിയാൽ സ്പോർട്സ് മേഖലയ്ക്ക് 1000 കോടി രൂപ പകരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഞാൻ മെയിനടിച്ച് പറയല്ല, കാരണം കിഫ്ബി തുടങ്ങിയ വർഷം ഞാനായിരുന്നു സ്പോർട്സ് സെക്രട്ടറി. ഞാനടക്കം തയ്യാറാക്കി കൊടുത്ത് 850 കോടിയുടെ ജില്ലാ സ്റ്റേഡിയങ്ങളിൽ ഇപ്പൊ ജില്ലവർ നോക്കിയാൽ ഓരോ സ്റ്റേഡിയം പണിതിരുന്നു. ഇതിന്റെ എല്ലാം DPR ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ എന്റെ ടീമാണ് സ്പോർട്സ് ചെയ്തു. അന്ന് കിഫ്ബിക്ക് വേണ്ടത് പ്രോജക്ട്സ് ഇല്ല, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്.
പക്ഷെ ഒരു സൈക്കിൾ കഴിഞ്ഞ് വരുമ്പോൾ 4-5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും കൃഷി വകുപ്പിന് കിട്ടിയത് അതേസമയം 22 കോടിയാണ്. അപ്പൊ നമ്മളിത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്, ഈ പറഞ്ഞൊന്നും കൃഷി മേഖലയിലെ പ്രൊഫഷണലുകൾ ജോലിയെടുക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ എഫേർട്സ് ഇപ്പം പിന്നെ ഒരുമിച്ച് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ കേരളത്തിലെ കർഷകരുടെ ഈ പറയുന്ന വരുമാനത്തെ നമുക്ക് വലുതായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാതെ പോകും. കൃഷി വകുപ്പിന് കാലാകാലങ്ങളായിട്ട് പറ്റിയൊരു പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, സാങ്കേതിക വിദ്യയുണ്ട്, സാങ്കേതിക വിദ്യയുടെ ലീഡേഴ്സ് ഉണ്ട്, എക്സ്റ്റൻഷൻ വർക്കേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് വെറ്റ് ടുഗദർ ചെയ്തൊരു പ്രോജക്ട് ഫോർമാറ്റിലോട്ട്, പ്രൊജക്ടിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ഫലപ്രദമായിട്ട് നടത്തിയെടുക്കുന്ന കാര്യത്തിൽ ഇനിയും കരുത്താർജിച്ച് മുന്നോട്ട് പോയെങ്കിലേ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എക്കോസിസ്റ്റം പശ്ചാത്തലം അതാണ്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക, എല്ലാവരും ഫണ്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അതിവേഗത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ തളർച്ച ഉണ്ടെങ്കിൽ കാർഷിക യൂണിവേഴ്സിറ്റിക്കും വന്നു പോയിട്ടുള്ളത് കിടക്കാറ്. ഞാനത് വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല. നല്ലൊരു അവസരമാണ് നമ്മള്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത്, നമ്മുടെ കളി തോറ്റുപോയിട്ടില്ല. ഈ സ്റ്റേജിൽ കയ്യിൽ വന്നിട്ടുള്ള ലോകബാങ്ക് ആയാലും പ്ലാനിംഗ് ബോർഡിന്റെ അസിസ്റ്റൻസ് ആയാലും മറ്റ് പദ്ധതികളിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സഹായങ്ങളായിരുന്നു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത കൃഷി വകുപ്പ് യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് 3 കൊല്ലം കൊണ്ട് തോന്നിയത്. ഇത് നേട്ടമില്ലെന്നല്ല, കുറേയധികം കാര്യങ്ങൾ. ഇപ്പൊ സ്മാർട്ട് കൃഷിഭവനുകൾ വന്നു, 14 സ്മാർട്ട് കൃഷിഭവൻസ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പേസിൽ പോരാ. നമ്മൾ ഇതിന്റെ ഒരു 10x നമ്മൾ വേഗത കൈവരിച്ചെങ്കിലേ നമുക്ക് കേരളത്തിലെ കർഷകരുടെ വേണ്ടതായ ഒരു നന്മയും അവരുടെ ഒരു വിജയം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത്, കാർഷിക ബിസിനസ്സുകൾ വളരെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഇപ്പോഴത്തെ ഈ FPO സംവിധാനത്തിൽ നിന്നും എഫക്റ്റീവ് ബിസിനസ്സുകളായിട്ട് വളർത്തിയത്. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. 30,000 രൂപ വരുമാനമുള്ള ഒരു ഏർപ്പാടെന്ന് പറഞ്ഞാൽ വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയാണ്. വേജ് ലേബറിന് 5 ലക്ഷം രൂപ വരുമാനമുണ്ട് ഒരു വർഷം. അപ്പൊ 5-ന് മീതെ നമ്മൾ ഉയർന്നുകൊണ്ടേ നമുക്ക് ഈ ചെറുകിട കർഷകരെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 6 ലക്ഷം രൂപയെങ്കിലും വരുമാനം പറഞ്ഞ മാതിരി 1 ഏക്കർ ഭൂമിയേ ഉള്ളൂ, അല്ലെങ്കിൽ 1/2 ഏക്കറേ ഉള്ളൂ. ഈ 1/2 ഏക്കറിൽ നിന്ന് 6 ലക്ഷം വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ മെയ്സനായിട്ട് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. 5 ലക്ഷം രൂപ അവിടെ കിട്ടും ഒരു വർഷം. ഈ ഇക്വേഷൻ ഭേദിച്ചുകൊണ്ട് 6ലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കർഷകർ നമുക്ക് കിട്ടും. രണ്ടാമത് എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ് ഈ നാട്ടിൽ നടക്കുന്ന പാട്ടകൃഷി. അതിനിപ്പോൾ നിയമസാധുതയില്ല. ഇപ്പൊ ബില്ല് നിയമവകുപ്പിലുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നിയമസഭയിൽ അത് അവതരിപ്പിച്ച് വിജയിച്ചാൽ ഈ പാട്ടത്തിനടുത്ത് വളരെ പ്രധാനമാണ്. കാരണം ഒരാൾ കൃഷി ചെയ്ത് ജയിച്ചു, കുടുംബശ്രീ കൃഷി ചെയ്ത് ജയിച്ചു, നല്ല വരുമാനമുണ്ട് വെജിറ്റബിൾ കൃഷി, 10 ഏക്കറും കൂടെ എടുത്ത് എക്സ്പാൻഡ് ചെയ്യണം. ആ സമയത്ത് ഇപ്പോൾ സാധാരണ കോൺട്രാക്ട് ആക്ടിന്റെ കീഴിലുള്ള ഒരു പാട്ടമാണ് കൃഷി വകുപ്പ് അംഗീകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അതിനകത്തില്ല. ഇപ്പൊ അവർക്കൊരു സർട്ടിഫൈഡ് കാർഡ് കൊടുക്കാനും അതൊരു ബാങ്കിങ് ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റാനുള്ള നിയമം ഫൈനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വരികയാണ്. അത് വന്നു കഴിയുമ്പോഴേക്കും വലിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ തന്നെ സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞ് ഭൂമിയുടെ എക്സ്പാൻസ് അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭൂമി ഒരു വിജയിക്കുന്ന കർഷകന് കൂട്ടിയെടുക്കാനുള്ള സൗകര്യം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഭൂനയത്തിനകത്ത് വരുന്ന മാറ്റം വളരെ പ്രധാനമാണ്. പോരെങ്കിൽ പ്ലാന്റേഷൻസിന്റെ കാര്യത്തിലുള്ള എൻട്രി ഒന്ന് കൂട്ടിയെടുത്താൽ ഈ ഇപ്പൊ വളരെ വിജയകരമായിട്ട് കൃഷി ചെയ്യുന്ന എക്സോട്ടിക് ഫ്രൂട്ട്സ്, പുതിയ റംബൂട്ടാൻ തുടങ്ങിയുള്ള ആ ഇനങ്ങളൊന്ന് വികസിപ്പിച്ചെടുത്താൽ കർഷകർ കുറെ സ്ഥലത്ത് പ്ലാന്റേഷൻ നിർജീവമായി 4 ലക്ഷം ഏക്കർ പ്ലാന്റേഷൻ റീപ്ലാന്റിങ് കാത്തു കിടക്കുകയാണ്. ആളുകൾ റീപ്ലാന്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ റീപ്ലാന്റ് ചെയ്ത് വരുമാനം ഇല്ലാത്തതുകൊണ്ട് റീപ്ലാന്റിങ്ങിന് പോകാതിരിക്കുക. ആരോ ഇന്നൊരു മെസ്സേജ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. പിന്നെ 2 ഏക്കർ റബ്ബർ തോട്ടം അയാൾ വളരെ വിശദമായിട്ട് ചെയ്തിരിക്കുകയാണ് കണക്ക്. 2 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടെങ്കിൽ വരുമാനം എത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് വിറ്റേജ് കിട്ടുന്ന പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും 1.5 ലക്ഷം രൂപ കൂടുതൽ കിട്ടും. അതുകൊണ്ട് റബ്ബർ തോട്ടം ഉള്ളവരെല്ലാം വിറ്റോണം. ഗിവിംഗ് വർക്കിംഗ് എസ്റ്റിമേറ്റ്സ്. കാരണം റബ്ബർ മേഖലയിൽ പോയി നോക്കിയാൽ അറിയാം. കാരണം ഇത് വെട്ടാനുള്ള ആളിനെ കിട്ടാനില്ല. വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ട്, അവന്റെ കൂലി ഡിസ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ നരേഷൻ അയാൾ പറയുന്നത് വെച്ചാൽ എനിക്ക് 3.5 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. ഇത് ബാങ്കിലിട്ടാൽ പലിശ 5.5 ലക്ഷം രൂപ കിട്ടും. കൊണ്ട് വിലയുള്ളപ്പോൾ വിൽക്കാൻ പറഞ്ഞ റബ്ബർ കർഷകരെ അയച്ചിരിക്കുക. ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ലാഭ മേഖലയിൽ പോലും ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ക്ലൈമറ്റ് ചേഞ്ചിലോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും കയറുന്നില്ല. വളരെ പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഫ്ലഡ്സിന് ശേഷം 18-ന് ശേഷം നമുക്ക് കാർഷിക മേഖലയെ കുറെ കൂടെ സെൻട്രൽ സ്റ്റേജ് ചെയ്യാമായിരുന്നു. അത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റാണ്. അതിപ്പോൾ എനിക്കിപ്പോ ഈ സ്റ്റേജ് ചെയ്തുകൊണ്ട് തന്നെ വലിയ സബ്സ്റ്റാൻസ് ആകുന്ന രീതിയിൽ നമ്മൾ ക്യാപിറ്റൽ ആ മേഖലയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ ഇനിയും ചെയ്യാം. പ്ലാനിംഗ് ബോർഡ് കുറച്ചുകൂടി സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ മുന്നിട്ടിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുട്ടനാട് പാക്കേജും ഫിനാൻസ് ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. അത് നമുക്ക് 6 മാസത്തിൽ തീരുമാനിക്കാം.
ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കർഷകർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു 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 വരുമാനത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരാവുന്നതാണ്. അതാണ് ഗവൺമെന്റ്. അതുകൊണ്ടാണ് നമ്മൾ 150% ഉത്പാദന ചെലവ് 100 150% വരുമാനം കിട്ടണമെന്നുള്ള സ്വാമിനാഥൻ കമ്മിറ്റിക്ക് ശേഷമുള്ള ചർച്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നീട്ടുന്നില്ല, ഭക്ഷണ സമയമായിരിക്കുന്നു. നിങ്ങൾ അത്യാവശ്യം ചർച്ചയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഈ ഒരു കോസിലാണ് കൃഷി വകുപ്പ് ഫോക്കസ് ചെയ്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്തില്ല എന്നല്ല, ചെയ്തു സംതൃപ്തിയുള്ള. ഞാൻ വിടവാങ്ങൽ പ്രശ്നമല്ല കേട്ടോ നടത്തുന്നത്. കാരണം സാധാരണ ഉദ്യോഗസ്ഥർ 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും തരുന്നതാണ് എൻ്റെ ഒരു പതിവ്. അതുകൊണ്ട് ഞാൻ പറയാൻ ചരിതാർത്ഥ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്നുള്ളതിനോടൊപ്പം കൂടുതൽ ചെയ്യാൻ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി, നമസ്കാരം.